വീടിന്റെ ഷൂട്ട് ചത്താപ്പച്ചയ്ക്ക് മുമ്പായിരുന്നു. ചത്താപ്പച്ച ആ സിനിമ ചത്താപ്പച്ചല്ല, ചത്താപ്പച്ച. ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ആള്. ആ സിനിമ അതൊക്കെ ചോദ്യം നിങ്ങളുടെ ലാസ്റ്റ് ചോദ്യമായിരിക്കും. ഇടി കിട്ടി കേട്ടോ എപ്പോഴെങ്കിലും. നല്ല അടി കിട്ടി, നല്ല കിട്ടി, നല്ലോണം കിട്ടി. വേറെ വിഷയം സിനിമയിൽ അപ്പൊ നാട്ടിലെവിടെയാണ്? അവിടെ കുറച്ചും കൂടെ എക്സ്പ്രഷൻസ് ഒക്കെ ഇടേണ്ടി വരും. അങ്ങനെ ഞാൻ ചെയ്യാതുകൊണ്ടാണ് മലയാളത്തിൽ എന്നെ വിളിച്ചത്. ഇത് മലയാളികൾക്ക് പറ്റിയ ഒരാളാണ്. എന്തൊക്കെ പറഞ്ഞെങ്കിലും കുഴി വീണോ ഞാൻ. ഞാനൊക്കെ പടം കണ്ടിട്ട് ചിരിച്ചിരിച്ച് ഐ വാസ് ഗോയിങ് ക്രേസി. ആഫ്റ്റർ ദിസ് മൂവി ഷി വുഡ് ഹാവ് ഗെറ്റ് ഇൻ തമിഴ്. റോന്തിന് ശേഷമാണ് ഒരു പോലീസ് വേഷമായിട്ട് ഉയരിൽ വരുന്നത്. എന്റേതായിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള രസത്തിന് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും കൗതുകത്തിന് വേണ്ടിയും ഞാനത് ചെയ്തു. അതർ ലാംഗ്വേജ് ഓപ്പൺ ആയത് രാക്ഷസിന് ശേഷം. ഡാൻസ് ആണ്, ആക്ഷൻ ആണെന്ന് പറയുമ്പോൾ ആക്ഷൻ തന്നെയാണ്, ഡാൻസിനെക്കാളൊക്കെ ചെയ്യാൻ അവർക്ക് ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമല്ല. കാരണം അടി പഠിക്കുന്നത് ഞാനല്ലേ. എല്ലാ സിനിമയിലും ഇതന്നെ. നമുക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ പേടി അൺനോണിലാണല്ലോ. നമുക്ക് അറിയാത്ത കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കുക. ഞാൻ ചോദിച്ചു കേട്ടായിരുന്നു. ഞാൻ കേട്ടായിരുന്നു, ഞാൻ മാത്രമേ കേട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഒന്നോട് ചോദിക്കാം. ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇവരിയ്ക്കുന്നോണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല. അത് ഞങ്ങൾ പറയില്ല. അറിയില്ല. നമ്മളെല്ലാം തിയേറ്ററിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഉയിർ മൂവിയുടെ ടീമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. റോഷൻ, ശ്രുതി ആൻഡ് വിനോദ്. വെൽക്കം ടു റിപ്പോർട്ടർ ഫിലിപ്സ്. താങ്ക് യു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ് ഉയിർ. പ്രത്യേകിച്ച് അതിൻ്റെ ട്രെയിലർ വന്നതിന് ശേഷം എന്താണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ട്. ഇപ്പം റോന്തിന് ശേഷമാണ് ഒരു പോലീസ് വേഷമായിട്ട് ഉയിരിൽ വരുന്നത്. ഇപ്പം റോന്തിലെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഷാഹിദ് കബീറിൻ്റെ ഒരു റിയലിസ്റ്റിക് അല്ലെങ്കിൽ അങ്ങനെ പോലീസ് ഓഫീസർ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഉയിരിലേക്ക് വരുമ്പം നമുക്ക് ട്രെയിലർ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകുന്നത് കുറച്ചും കൂടെ ഡ്രമാറ്റിക് ആണ്, കുറച്ചും കൂടെ പഞ്ച് ഡയലോഗുകളുണ്ട്, എക്സ്പ്രഷൻസ് ഉണ്ട്. അപ്പം എന്താണ് ഉയിരിലെ പോലീസ് ഓഫീസർ ക്യാരക്ടർ? അത് ചിലപ്പോ ഷാഹിയുടെ റോന്തിലെ തിന്നാതിന്റെ അത്രയും ചിലപ്പോ സട്ടിലായിരിക്കില്ല ഇവന്റെ രീതികള്. പക്ഷേ സിനിമ അങ്ങനെ പറയുന്ന പോലെ ഇത് റിയലിസ്റ്റിക് അല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. മേ ബി കുറച്ചും കൂടെ റോന്തിനേക്കാളും കുറച്ചും കൂടെ സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു സിനിമയൊക്കെ തന്നെ ആയിരിക്കും ഒരു ഡെഫിനറ്റ്ലി. ക്യാരക്ടേഴ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റാ. ദിന്നാഥും ഇതിനകത്തെ അജി എന്നാണ് ഞാൻ ചെയ്യുന്ന ക്യാരക്ടറിന് പേര്, അജീബ് റഹ്മാൻ. അപ്പൊ അജീനെ ഡ്രൈവ് ചെയ്യുന്ന കാര്യങ്ങള്, അവർക്ക് ലൈഫിൽ നിന്ന് വേണ്ട കാര്യങ്ങള്, ഒരു ലൈക്ക് റെഗുലർ വർക്ക് ഡേ അറ്റ് ദ സ്റ്റേഷൻ എന്നുള്ളതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയൊക്കെ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. പിന്നെ റാങ്കും വ്യത്യാസമുണ്ട്. അതൊരു CPO ആയിരുന്നു ദിന്നാഥ്. പുള്ളി ഒരു പ്രൊബേഷൻ SI ആണ്, ഓൾമോസ്റ്റ് SI എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ ഭയങ്കര ഈഗറായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ആർക്കൊക്കെയോ വേണ്ടി പ്രൂവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ സ്വന്തം ലൈഫിൽ എന്തൊക്കെയോ ഭയങ്കരമായിട്ടൊരു പീസ് തേടുന്ന ഒരാളോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ അജീനെ കാണാം. നമുക്ക് ആ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ശ്രുതിയുടെ ക്യാരക്ടറുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ആണ് അവിടെ സംഭവിക്കുന്നതെന്നൊരു തോന്നൽ നമുക്കുണ്ട്. അങ്ങനെയൊക്കെയാണ്. എന്താണ് ക്യാരക്ടർ? വളരെ അധികം ഇന്റർ കണക്റ്റഡ് ആണ് ഈ ക്യാരക്ടേഴ്സ്. ഡെഫിനറ്റ്ലി അത് ട്രെയിലർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ വളരെ ഒരു പോവർട്ടി സ്ട്രിക്കൻ ഫാമിലിയാണ്. ഒരു ചെറിയ വില്ലേജിൽ നിന്ന് വേറെ വില്ലേജിലേക്ക് ഇങ്ങനെ പോയി കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി വിറ്റ് 2 കുട്ടികളുടെ അമ്മയാണ്. അങ്ങനെ എന്തോ ഈ ലൈഫിൽ പോന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു സംതിങ് ഹാപ്പൻസ്. അതെന്താണെന്ന് ഐ കാൻ ടെൽ യു. എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇറ്റ്സ് ദ ഫസ്റ്റ് ടൈം ഐ എം ഹാൻഡ്ലിങ് സംതിങ് ലൈക്ക് ദിസ്. ഇതുപോലത്തെ ലുക്കുള്ള വേറെ ക്യാരക്ടർ ഞാൻ ചെയ്തിട്ടുണ്ട് നേരത്തെ മുല്ല. പക്ഷെ അത് ക്യാരക്ടേഴ്സ് പോൾസ് അപ്പാർട്ട്. ഭയങ്കര ഡിഫറൻസ് ആണ്. സർ, തമിഴില് നല്ല കുറെ സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അതേപോലെ തന്നെ മലയാളത്തിലേക്ക് വരുമ്പോൾ നല്ല, ഇപ്പൊ ഞാൻ എടുത്തിങ്ങനെ നോക്കുമ്പോൾ നായാട്ട്, ജനഗണമന അങ്ങനെയുള്ള നല്ല സിനിമകളുടെ അങ്ങനെയുള്ള നല്ല സിനിമകളുടെ ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട് സാർ. അങ്ങനെ തന്നെയാണ് നമ്മൾ ഉയിർ എന്ന് പറഞ്ഞ സിനിമയെ നമ്മൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്, ഒരു നല്ല സിനിമ എന്നുള്ള രീതിയിൽ. അപ്പൊ ആ സിനിമയുടെ ഭാഗമായിട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ് മലയാളത്തിലേക്ക്. How was your experience with this team? Yes, last 16 years I'm in this industry actually. തമിഴ്, തെലുങ്ക്, മലയാളം 3 ലാംഗ്വേജിൽ ചെയ്തു. ഇതുവരെ ഞാൻ ചെയ്തിട്ടുള്ള ഒരു ബെസ്റ്റ് റോള് ഇതെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും എന്നെ കൊണ്ട്. അത്ര വലിയ ഒരു റോളാണ്. പപ്പേട്ടൻ എന്നെ വിശ്വസിച്ച് അത് കൊടുത്തതിനെ സത്യം പറഞ്ഞ പപ്പേട്ടൻ ആദ്യം ഒരു നന്ദി പറയണം. എന്താ വെച്ചാൽ ഇതിനു മുമ്പ് വലിയതായിട്ട് എനിക്ക് പപ്പേട്ടനെ ഫോളോ ചെയ്തിട്ടില്ല. ഒരു കൊല്ലത്തിന് മുമ്പേ അതന്നെ ഞാൻ മുറിവെന്ന് പറഞ്ഞ ഒരു പടം ചെയ്ത ഡയറക്ടർ
ഷമീർ ഒരു നമ്പർ കൊടുത്ത് അതിൽ നിന്നാണ് ഞാൻ ഫോളോ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോഴാണ് ഈ റോളിനെ കുറിച്ച് പറഞ്ഞത്. ഇത് ഒരു കൂടുതലായിട്ട് ഈ മൂവിനെ കുറിച്ച് റിവീൽ ചെയ്യണമെങ്കിൽ ഇതിൽ ഞാനും ശ്രുതിയും തമിഴായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അത്രേ പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ 26 വന്ന് കണ്ടിട്ട് നിങ്ങൾ പറയണം. സോ അതിനുശേഷമാണ് ഒരു കറക്റ്റായിട്ട് ഒരു മുടിവ് എടുക്കും മുടിയോ അതൊരിക്കലും പേസ മുടിയാ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ ഡയറക്ടർ പത്മകുമാർ, അദ്ദേഹത്തിൻ്റെ സിനിമകൾ എപ്പോഴും മലയാളികൾ അല്ലെങ്കിൽ സിനിമ ആരാധകർ വളരെ എക്സ്പെക്റ്റേഷനോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ്. ഇപ്പം ജോസഫ് എന്ന് പറഞ്ഞ മൂവി ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ്. അതിലെ ആ ക്യാരക്ടറാണ് എല്ലാം ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്. ഇതൊരു മോസാൻ ഗേറ്റ് കളിയാണോ, എങ്ങനെയാണ് ഈ ഒരു തീം പോകുന്നത്? അതും കൂടെയാണ്. പക്ഷേ ഈ ക്യാരക്ടറിനെ വിട്ടുള്ള കളിയൊന്നും ഇല്ല. പപ്പേട്ടൻ്റെ സിനിമകളിൽ നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെ നമുക്ക് റിലേറ്റബിൾ ആയിട്ട് തന്നെയാണ് ക്യാരക്ടേഴ്സിനെ പ്രസന്റ് ചെയ്യുന്നത്. അവരുടെ ഇമോഷണൽ ഓണസ്റ്റി ഒക്കെ പടത്തിൽ അതിനുള്ള സ്പേസ് ഉണ്ട്. പപ്പേട്ടൻ്റെ എല്ലാ സിനിമകളിലും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടില്ല. കുറച്ചും കൂടെ അതിന്റെ ഇമോഷനോട് ട്രൂ ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് പപ്പേട്ടൻ കഥ പറഞ്ഞു പോകുന്നത്. അതാണ് ഹുക്ക് ഓഡിയൻസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ ക്യാരക്ടേഴ്സിനെ വിടുന്നില്ല. ഇൻഫാക്ട് പടം മുമ്പോട്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് പോകുന്തോറും നമ്മൾ പല ക്യാരക്ടേഴ്സിനെ കൂടുതൽ മനസ്സിലാക്കി വരികയാണ്. അവരാരാണ്, എന്താണ്, എന്തുകൊണ്ട് അവരങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി വരിക. അപ്പോൾ ആ ഒരു ക്യാരക്ടർ എക്സ്പ്ലോറേഷൻ പരിപാടിയും ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഒരു കരിയറിൽ ഏറ്റവും നല്ല അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടർ? അതൊക്കെ പുറത്തുനിന്ന് ആരെങ്കിലും നോക്കിയിട്ട് പറയുന്നതായിരിക്കും. സ്വയം ചെയ്യുമ്പോൾ എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. എപ്പോഴും എനിക്ക് തോന്നുന്നു എല്ലാ ആക്ടേഴ്സും എക്സൈറ്റഡ് ആവുന്നത് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്തതോ അല്ലെങ്കിൽ ചെയ്തതിൽ നിന്ന് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉള്ള ഒരു ക്യാരക്ടർ വരുമ്പോഴാണല്ലോ. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു സബ്ജക്റ്റിലോ ഒരു പ്രോജക്റ്റിലോ ഒക്കെ താല്പര്യം തോന്നുന്നതിന്റെ ഒരു മേജർ റീസൺ അതാണ്. ഇതിനകത്ത് എനിക്ക് ഡെഫിനറ്റ്ലി പപ്പേട്ടൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യണമെന്നുള്ള താല്പര്യം കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ക്യാരക്ടറിൽ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇൻവെസ്റ്റിഗേഷൻ മുമ്പോട്ട് പോകുന്നതിൻ്റെ കൂടെ തന്നെ ഒരു രീതിയിൽ ഈ ഒരു ക്യാരക്ടർ എക്സ്പ്ലോറേഷനും കൂടെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ആൻഡ് ഇത് രണ്ടും ഭയങ്കര ഇന്റർ റിലേറ്റഡാണ്. ദ റീസൺസ് ഫോർ വൈ ഹീ ഈസ് ഓൾസോ ദ റീസൺസ് ദാറ്റ് ഹീസ് ലൈക്ക് ട്രൈങ് ടു സോൾവ് ദിസ് കേസ്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടില്ല. എനിക്കത് എക്സൈറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് എൻ്റെതായിട്ടുള്ള സ്വകാര്യമായിട്ടുള്ള രസത്തിന് വേണ്ടിയും സന്തോഷത്തിന് വേണ്ടിയും കൗതുകത്തിന് വേണ്ടിയും ഞാനത് ചെയ്തു. അത് ചെയ്തത് എങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളത് ഇത് കണ്ടിട്ടുള്ള റോഷനൊരു ലക്കി ആയിട്ടുള്ള ഒരു ആക്ടറാന്ന് എനിക്ക് തോന്നിയിട്ട്. കാരണം കുറെ ഇപ്പൊ ഒരുപാട് വർഷമൊന്നും സിനിമയിൽ വന്നിട്ടുള്ള ആളല്ലെങ്കിൽ കുറെ ക്യാരക്ടേഴ്സ്, അതായത് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് കിട്ടി അത് പെർഫോം ചെയ്ത ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റിയൊരു അങ്ങനെ ഭാഗ്യമുള്ള ഒരു ആക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അങ്ങനെ ആൾക്കാർ ഇമാജിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഭയങ്കര വലിയ ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. റോഷനൊക്കെ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്യാൻ ഞാൻ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് എവിടെയോ ഉണ്ട്. ആളുകളിലേക്ക് അങ്ങനെ ആ രീതിയിൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഉണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. പക്ഷേ ലൈക്ക് ഈ പറഞ്ഞ പോലെ റൈറ്റേഴ്സും മേക്കേഴ്സും അങ്ങനെ നമ്മളെ ഇമാജിൻ ചെയ്യുമ്പോഴാണ് അത് നടക്കുന്നത്. അപ്പൊ അത് ഭയങ്കര വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ്. ഞാൻ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് ഫിലിം മേക്കേഴ്സുമായിട്ട് റൈറ്റേഴ്സുമായിട്ടും ഒക്കെ എനിക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെ നല്ല നല്ല ക്യാരക്ടേഴ്സ് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഡെഫിനറ്റ്ലി. ഇപ്പൊ ശ്രുതിയിലേക്ക് വരികയാണെങ്കിൽ ചോദിക്കാൻ എന്താ പറയാ, ഒരിക്കലും വിട്ടുപോകാത്തൊരു കാര്യമാണ് സ്പാ. അതിനെക്കുറിച്ച് ചോദിക്കാൻ നമുക്ക് വിടാൻ പറ്റില്ലല്ലോ. സ്പാ നമ്മൾ പടം തിയേറ്ററിൽ എത്തിയപ്പം ആളുകളിലേക്ക് അത് എത്തിയില്ല എന്നുള്ളത് OTT-യിൽ എത്തി പടം കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ആ ഒരു വിഷമം തോന്നുന്നത്. ആളുകൾ അത് ആ രീതിയിൽ സ്വീകരിച്ചില്ല, അങ്ങനെ ഒരു തോന്നിയിട്ടുണ്ടോ? കാരണം OTT-യിൽ എത്തിയിട്ട് ഒരുപാട് ആളുകൾ വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാവണം. കാരണം അങ്ങനെ ഒരു സിനിമയാണ്, അത് ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പം അങ്ങനെ ഒരു വിഷമം തോന്നിയോ? ഇപ്പൊ തോന്നുന്നില്ല. OTT-യിൽ റിലീസ് ആവുന്നതിന് മുമ്പ് അതിന്റെ റെസ്പോൺസ് കണ്ടപ്പോൾ ഐ വാസ് എ ലിറ്റിൽ സാഡ്. കാരണം ഈ പറഞ്ഞ പോലെ അധികം ആൾക്കാർ കാണാത്തൊരു പടമാണ്. പക്ഷെ OTT-ൽ വന്ന് ഇറ്റ്സ് എ ജെനുവൻലി ഫണി ഫിലിം, ഇറ്റ്സ് എ വെരി ഗുഡ് ഫിലിം, ഇറ്റ്സ് എ എന്റർടൈനിങ് ഫിലിം. ആൻഡ് ഭയങ്കര ഒരു റിയൽ ആയൊരു സിറ്റുവേഷൻ ആൻഡ് റിയൽ ആയൊരു സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇറ്റ് വാസ് എ ലിറ്റിൽ അപ്സെറ്റിംഗ്. പക്ഷെ ഇപ്പോൾ ആൾക്കാർ OTT-ൽ കണ്ടിട്ട് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ചിരിച്ചിരിച്ച് ഞാനൊക്കെ പടം കണ്ടിട്ട് ചിരിച്ചിരിച്ച് ഐ വാസ് ഗോയിങ് ക്രേസി. ഐ വാസ് വണ്ടറിങ് ഇതെന്താണ് ആൾക്കാർ കാണാത്തത്. പക്ഷെ നൗ ഐ നോ ദാറ്റ് ചില പടങ്ങളുടെ ഫേറ്റ് അങ്ങനെ തന്നെയാണ്. ചിലരത് OTT-ൽ വന്നതിന് ശേഷം എത്രയോ പടങ്ങൾ നേരത്തെ ബിഫോർ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോംസ് നമ്മുടെ TV-യിൽ സ്റ്റാർ വേൾഡിലോ മറ്റേ ലോക്കൽ ചാനലിലൊക്കെ പടങ്ങൾ വരുമ്പോൾ നമ്മൾ കണ്ടിട്ട്
ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന എത്രയോ പടങ്ങളുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ ഒരു ഫേറ്റ് ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്താലും ഇപ്പൊ സ്പാ മൂവിയൊക്കെ നമ്മൾ കാണാൻ തുടങ്ങുമ്പോഴേ ഒരിക്കലും അതൊരു കോമഡി അത്രയും ചിരിക്കേണ്ടി വരുമെന്ന്, ആ സിനിമ കണ്ടിട്ട് അത്രയും ചിരിക്കേണ്ടി വരും നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടല്ല അത് കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ പഴയ മറ്റേ കല്യാണരാമനും തെങ്കാശിപ്പാണ്ടും ഒക്കെ കണ്ടിട്ട് ചിരിക്കുന്ന ആ മൂടാന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ നമുക്ക് അത്രയും കോമഡി എവിടെയൊക്കെയോ ഫീൽ ചെയ്യുന്ന നല്ലൊരു സിനിമയായിരുന്നു. ശരിക്കും അട്ടിപ്പിക മലയാളി വിറ്റ് ആൻഡ് ഹ്യൂമറും കാര്യങ്ങളും അതൊക്കെ വന്നിട്ടുണ്ട് അതിനകത്ത്. ചേട്ടാ തമിഴില് സിനിമകൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മലയാളത്തിലെ സിനിമകൾ ചെയ്യുമ്പോൾ അപ്പൊ ക്യാരക്ടേഴ്സിനെ എടുക്കുന്ന ഒരു രീതി, അവിടെ കുറച്ചും കൂടെ എക്സ്പ്രഷൻസ് ഒക്കെ ഇടേണ്ടി വരും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു പൊടിക്ക് കൂടുതൽ ചെയ്യേണ്ടി വരും. അപ്പം മലയാളത്തില് അങ്ങനെ അല്ലാതെ വരേണ്ടി വരും. അങ്ങനെ ഒരു ഡിഫറൻസ് എപ്പോഴെങ്കിലും ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? രണ്ട് സിനിമയിലും ഞാൻ ചെയ്യാത്തോണ്ടാണ് മലയാളത്തിൽ എന്നെ വിളിച്ചത് ആക്ച്വലി. ഇത് മലയാളികൾക്ക് പറ്റിയ ഒരാളാണ്. എന്താ വെച്ചാൽ ഇപ്പൊ എനിക്ക് അതർ ലാംഗ്വേജ് ഓപ്പൺ ആയത് രാക്ഷസിന് ശേഷമാണ്. സോ പൊതുവായിട്ട് ഈ സൈക്കോ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു വൈബ്രേഷൻ ആയിട്ട് ഇരിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ കുറെ കാലം കണ്ടുകൊണ്ടിരുന്നത്. സിനിമ കണ്ടതിന് ശേഷം ആർക്കും ഇഷ്ടമല്ല. സോ അപ്പൊ അത് കാണുമ്പോൾ അതിനുശേഷമാണ് എനിക്ക് ഇവിടെ ഓപ്പൺ ആയത്. സോ അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ അതുപോലെ സംഭവം അവിടെ എല്ലാം ഒന്നുമില്ല. അങ്ങനെ തമിഴിൽ അങ്ങനെ ചെയ്യുന്നത് ചില പൊടിക്ക്, തമിഴിൽ മാത്രമല്ല എല്ലാ കൊമേഴ്ഷ്യൽ മൂവിയിലും അതുപോലെ കുറച്ച് എക്സാജറേഷൻ ഉണ്ടാവും. നോട്ട് ഓൺലി തമിഴ്. സോ തമിഴിൽ എത്രയോ യഥാർത്ഥ മൂവികൾ നിങ്ങൾ കണ്ടിരിക്കാം. ബാല, വെற்றிമാരൻ, ഇതുപോലെ ആൾക്കാർ ചെയ്യുമ്പോഴെല്ലാം ആ മീറ്ററെല്ലാം അത് നിങ്ങൾ പറയുന്ന പോലെ അതെല്ലാം ഒട്ടും അങ്ങനെ കാണിക്കാനേ പറ്റത്തില്ല അവിടെ. സോ മിക്കവാറും സിമിലർ ആയിട്ടായിരിക്കുന്നത്. അതും ഇല്ലാതെ ഞാൻ ഇതിൽ ഈ മൂവിയിൽ ഞാൻ തമിഴാണ് സംസാരിച്ചിരിക്കുന്നത്. സോ എനിക്ക് എവിടെ പോയാലും ആക്ഷൻ എന്ന് പറഞ്ഞാൽ അഭിനയിക്കണം എന്ന് പറഞ്ഞാൽ ഒരേ ലാംഗ്വേജ് മാത്രമേ ഉള്ളൂ. പക്ഷെ മലയാളം സംസാരിക്കുന്നുണ്ടല്ലേ? മലയാളം സംസാരിക്കും, മലയാളിയാണ് ആള്. മലയാളി അതെ ശരിക്കും ഇവിടെ കേരളത്തിലാണോ? ഇവിടെയാണോ? എവിടെയാ? ഏത് നാട്ട്? കൊല്ലം. ഓക്കെ. വിശേഷം ചോദിച്ചാൽ അങ്ങോട്ട് എല്ലായിടത്തും പോണല്ലോ. അല്ല, വേറെ വിശേഷം സിനിമയിൽ. അപ്പൊ നാട്ടിലെവിടെയാണ്? ഓക്കെ. സിനിമയിലേക്ക് വരികയാണെങ്കിൽ കുറച്ച് ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യമാണ്. അപ്പം തത്താപ്പച്ച ആ സിനിമ ആ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ആളാണ്. ആ സിനിമ സേഫ് ആയിട്ട് ഓക്കെ. ആ സിനിമ നന്നായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ആക്ഷൻ സീക്വൻസ് ഒരുപാടുള്ള മറ്റേ ഇതൊക്കെ ഉള്ള ഒരു സിനിമയാണല്ലോ. അപ്പൊ അതിനുവേണ്ടി നല്ല ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പം ഒരു ആക്ഷൻ സീക്വൻസ് ചെയ്യാൻ പറയുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നാറുണ്ടോ മുന്നത്തെക്കാളും? ഈസി ആയിട്ട് തോന്നാന്ന് വെച്ചാൽ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സീക്വൻസ്. പക്ഷെ ഇനിഷ്യലി ഉണ്ടായിരുന്ന ആ ഒരു, നമുക്ക് എപ്പോഴും ഏറ്റവും കൂടുതൽ പേടി അൺനോണിലാണല്ലോ. നമുക്ക് അറിയാത്ത കാര്യത്തിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കുക. അപ്പോൾ ചത്താപ്പച്ച ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുറച്ചും കൂടി ഇതിന്റെ വർക്കിങ്സ് മനസ്സിലായി എന്നുള്ളത് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ആ പേടി കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനി ഏത് ആക്ഷൻ വേണേലും കൊണ്ടുപോടാ ചെയ്യാം എന്നുള്ള അങ്ങനത്തെ അമിതമായ ആവേശവും കോൺഫിഡൻസും ഒന്നുമല്ല. പക്ഷെ കുറച്ച് പേടി കുറഞ്ഞിട്ടുണ്ട്, കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട് ചെയ്യാം എന്നുള്ളത്. ഉയരിന്റെ ഷൂട്ട് ചത്താപ്പച്ചയ്ക്ക് മുമ്പായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഈ പടത്തിന് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ആണ് ചത്താപ്പച്ചയുടെ ട്രെയിനിങ് തുടങ്ങുന്നത്. ആ ട്രെയിനിങ് ഒരു 3 മാസത്തോളം. എന്തോ ഇതിലത് ഉപകാരപ്പെടാൻ പറ്റില്ലല്ലോ, അത് അതിന് മുമ്പായി പോയില്ലേ. ഓക്കെ. എന്നാൽ ആ ഒരു ഇപ്പൊ ആദ്യമായിട്ട് ഒരു കാര്യം പഠിക്കാൻ പോവാണല്ലോ, അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് ഭയങ്കര ഫണ്ണായിരുന്നു, ഭയങ്കര ഫണ്ണാണ്. ഞാൻ ജനറലി ലൈക്ക് ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ ഇത് പടത്തിന്റെ കാസ്റ്റ് എല്ലാവരും ഒരുമിച്ചൊക്കെ തന്നെയാണ്. ഞങ്ങൾക്ക് ലൈക്ക് ഒരു 3 ഡിഫറെന്റ് കൈൻഡ് ഓഫ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം നമ്മൾ പേഴ്സണലായിട്ട് ഓരോരുത്തരും ഒറ്റയ്ക്ക് സെപ്പറേറ്റ്ലി ചെയ്യുന്നു. ബാക്കി 2 സെഷൻസും ഡെയിലി അല്ലെങ്കിൽ എവറി ഓൾട്ടർനേറ്റ് ഡേ എല്ലാവരും ഒരുമിച്ച് തന്നെയായിരുന്നു. അപ്പൊ പടം ചെയ്യുന്നതിന് മുമ്പ് ആ കാസ്റ്റിന്റെ കൂടെ അത്രയും നാൾ വർക്ക് ചെയ്യുന്നത് ഭയങ്കര എൻജോയബിൾ ആയിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആക്ച്വൽ പടത്തിന്റെ ഫൈറ്റ് മാസ്റ്റർ കല്ലേ കിങ്സൺ വന്നു. പുള്ളിയുടെ ടീമുമായിട്ട് സിനിമയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആക്ച്വൽ സീക്വൻസസിന്റെ കുറെ ബിറ്റ്സ് ആണ് പിന്നെ വർക്ക് ചെയ്ത് തുടങ്ങിയത്. ഒരു സ്റ്റുഡിയോ എടുത്തിട്ട് അങ്ങനെ മാട്രസുകളൊക്കെ സെറ്റ് ചെയ്ത്, അപ്പോൾ ഒരു രീതിയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ക്രൂവിനെയും നേരത്തെ തന്നെ പരിചയപ്പെട്ടു. അവരുമായിട്ട് നേരത്തെ കമ്പനിയായി, ഫ്രണ്ട്സായി. ആ കംഫർട്ട് എല്ലാം ഷൂട്ടിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഗുണം ചെയ്യും. എസ്പെഷ്യലി അങ്ങനത്തെ ഒരു സിനിമയിൽ അത് ഏകദേശം 28 to 30 days അതിൽ ഫുൾ ആക്ഷൻ സീക്വൻസസ് തന്നെയായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അത് ആ സമയത്തിനുള്ളിൽ വലിയ കാര്യമായ ഇഞ്ചുറീസോ അബദ്ധങ്ങളോ ഒന്നും ഇല്ലാതെ വൃത്തിക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റിയ ഭയങ്കര എൻജോയബിൾ പ്രോസസ് ആയിരുന്നു. ഇഷ്ടമാണ് ഇങ്ങനെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഒരു ഡാൻസ്, നാളെ ഷൂട്ട് ഡാൻസ് ആണ്,
ആക്ഷൻ ആണെന്ന് പറയുമ്പോൾ ഏതായിരിക്കും ഏറ്റവും ചെയ്യാൻ ഇഷ്ടം? ആക്ഷൻ തന്നെയാണ് ഡാൻസിനെക്കാളൊക്കെ ചെയ്യാൻ അവർക്ക് ഇഷ്ടം. ഇഷ്ടമാണ്, എനിക്ക് ഇഷ്ടമല്ല. കാരണം വെച്ചാൽ അടി പഠിക്കുന്നത് ഞാനല്ലേ. എല്ലാ സിനിമയിലും ഇതന്നെ. എന്തൊക്കെ പറഞ്ഞെങ്കിലും കുഴി വീണത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, കുഴിയിൽ വീണത് ഞാൻ തന്നെ. ഇപ്പൊ ശ്രുതിയിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ കിസ്മത്ത് പോലെയുള്ള സിനിമകളൊക്കെ തിയേറ്ററിൽ ഹിറ്റ് ആയിട്ടുള്ള സിനിമയാണ്. അതിലെ ഒരു സെൻട്രൽ ക്യാരക്ടർ ചെയ്ത അല്ലെങ്കിൽ മെയിൻ ക്യാരക്ടർ ചെയ്ത ഒരാളാണ്. അതിനുശേഷം നമുക്ക് അങ്ങനത്തെ ഉള്ള സിനിമകൾ കാണാൻ കഴിഞ്ഞിട്ടില്ല. വരാത്തതാണോ അതോ അതിനുശേഷം ചെറിയ ചെറിയ ക്യാരക്ടറുകൾ ചെയ്തു, പക്ഷെ നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെയാണ് ചെയ്തത്. അപ്പം അങ്ങനെ വരാത്തതാണോ അത് നായിക എന്നുള്ള ഇതിൽ നിന്ന് മാറി എന്തും ചെയ്യും? Maybe നല്ല ഈ ചോദ്യം നിങ്ങളുടെ ലാസ്റ്റ് ചോദ്യമായിരിക്കും. ആഫ്റ്റർ ദിസ് മൂവി ഷുഡ് ഹാവ് ഗെറ്റ് ഇൻ തമിഴ്. So sweet. പറഞ്ഞു വന്നത് അങ്ങനെ അല്ല, അത് കഴിഞ്ഞിട്ട് പെർഫോം മലയാളത്തിൽ ചെയ്യുന്ന Yeah, ക്യാരക്ടേഴ്സ് yeah, ആണ് yeah. എല്ലാം Yeah, കിട്ടിയിട്ടുള്ളത്. understood. നായിക എന്നുള്ള ആ സാധനത്തിൽ തന്നെ No, he's just നിൽക്കാതെ being very nice. He was just saying ഈ പടം കഴിഞ്ഞിട്ട് തമിഴ് പടം ഓപ്പൺ ആവും എന്നാണ് പറയുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ വടക്കൻ ചെയ്തു. ഐ വാസ് എ സെൻട്രൽ ക്യാരക്ടർ ഇൻ വടക്കൻ. പിന്നെ സ്പാ ചെയ്തു. ഐ വാസ് ഓഫ് കോഴ്സ് സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയില്ല, പക്ഷെ വൺ ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ്. പക്ഷെ ഐ ഡിഡ് എ ലോട്ട് ഓഫ് ഹിന്ദി OTTs which I was a central character. ഹിന്ദിയിൽ ഷെഹർ ലഖോട്ട് എന്ന് പറഞ്ഞിട്ട് നവ്ദീപ് സിംഗ്, 6 ഫീറ്റ് മനോരമ ഡയറക്റ്റ് ചെയ്ത ഡയറക്ടർ നവ്ദീപ് സിംഗ്, അദ്ദേഹത്തിൻ്റെ OTT സീരീസിൽ ആമസോൺ പ്രൈമിൽ നടക്കുന്ന സീരീസിൽ ഐ വാസ് എ സെൻട്രൽ ക്യാരക്ടർ. പിന്നെ I have been the central characters of I know. everything. Yeah, അതിനുശേഷം പക്ഷെ ഈ കിസ്മത്ത് പോലെ അങ്ങനെ ഒരു കൊമേഴ്ഷ്യൽ ഹിറ്റിലേക്ക് ഭാഗമാകാൻ കഴിഞ്ഞില്ല, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലൈക്ക് ഐ സെഡ്, വന്നേല് എനിക്ക് പറ്റുന്നത് ഞാൻ സെലക്ട് അതല്ല, നായിക ചെയ്തിട്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് പെർഫോം ചെയ്യാൻ കിട്ടിയാൽ ചെയ്യും, അതാണല്ലേ? ഡെഫിനറ്റ്ലി അതെ, തീർച്ചയായിട്ടും. Yeah. ആ ഒരു ഇതിനു വേണ്ടി തന്നെ നിൽക്കുന്നില്ല എന്ന്. അങ്ങനെ എനിക്ക് നല്ലൊരു സ്റ്റോറിയിൽ ആക്ട് ചെയ്യണം, നല്ലൊരു ഡയറക്ടറിന്റെ കൂടെ ആക്ട് ചെയ്യണം. ദാറ്റ് ഈസ് മൈ ദിസ് തിങ്. ഇഫ് ഐ ഗെറ്റ് ഇറ്റ് ഐ വിൽ ഡു ഇറ്റ്. ചേട്ടാ ഇപ്പൊ മലയാളത്തില് നായാട്ട്, ജനഗണമന, ഇപ്പൊ ഉയിരിലൊക്കെ അഭിനയിച്ചു. ഏറ്റവും കംഫർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സെറ്റ് എന്ന് പറയാൻ പറ്റിയത് അല്ലെങ്കിൽ എല്ലാവരും നല്ലവരാണ്, പക്ഷെ അങ്ങനെ ഒരു ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഉയരെന്നെ പറയും. ഇവരിയ്ക്കുന്നോണ്ട് വേറെ ഒന്നും പറയാൻ പറ്റില്ല. ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് ഇല്ല, അങ്ങനെയല്ല. ഞങ്ങൾ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോ കാലത്ത് എണീച്ച് വീട്ടിൽ നിന്ന് പുറപ്പെട്ടെങ്കിൽ നിങ്ങൾ ആവശ്യം പർട്ടിക്കുലർ ഒരു ലൊക്കേഷൻ, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾ എവിടെയാ ഏത് ലൊക്കേഷനെ എവിടെയാ പോകുന്നതെന്ന് ഒട്ടും അറിയത്തില്ല. സോ അതുവേ ഒരു പ്ലഷറാണ്. സോ അതുകൊണ്ട് കംഫർട്ട് ഉണ്ടാവും, ഇല്ലാതിരിക്കും. സോ അതെല്ലാം ആർട്ടിസ്റ്റിന്റെ ഒരു പാർട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റിയും ആൻഡ് അത് അവരുടെ ഒരു ചുമതലയാണ്. സോ അതുകൊണ്ട് കംഫർട്ടബിൾ അങ്ങനെയെന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല. നമ്മളങ്ങ് ചെന്ന് കംഫർട്ട് അത്രേ ഉള്ളൂ, അത്ര. ഇപ്പൊ ഞാൻ രനവാലി ചെയ്യുന്നത് പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് അത് അവിടെ, കർണൂല്, അനന്തപൂർ എന്ന് പറഞ്ഞ ദിവസം. സോ ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ കുറച്ചെങ്കിലും ഒരു ചിൽനെസ് ഉണ്ടാവും. സോ ഇവിടെയും വെയിലാണ്. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ആന്ധ്ര എല്ലാം പറഞ്ഞു ഭയങ്കര വെയിലാണ്. അത് കംഫർട്ട് സോൺ എന്ന് പറയാൻ പറ്റില്ല. നമ്മളെ ഒരു മൂവിക്ക് വിളിക്കുന്നത് തന്നെ അത് ഭയങ്കര ഹാപ്പിയായ ഒരു കാര്യമാണ്. ഇതിലെന്താ കംഫർട്ടബിൾ, അത് നമ്മൾ കംഫർട്ടബിൾ ആക്കി മാറ്റും. അത്രേ ഉള്ളൂ, വേറെ എന്നാലാണ് നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ. അതാണ്. വിനോദ് സാറോട് ഞാൻ ആദ്യം ചെയ്യുന്ന പടം, അപ്പൊ ഐ ഹം സീനുമാണ് എനി അതർ സെറ്റ്. പക്ഷെ ഉയരിന്റെ ഞാൻ വേറൊരു ഇന്റർവ്യൂവിലും പറഞ്ഞായിരുന്നു, ഞാൻ ഈ കഥ ആദ്യം കേട്ടപ്പോൾ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയ ക്യാരക്ടറാണ് ഇതിനകത്ത് വിനോദ് സാർ ചെയ്യുന്ന ക്യാരക്ടർ. അതില് ശരിക്കും ഒരു ആക്ടേഴ്സ് ഡ്രീം എന്ന് പറയുന്ന ടൈപ്പ് ഒരു സാധനമാണത്. അപ്പൊ എവറി ഡേ ഐ സോ ഹിം ഓൺ സെറ്റ്, ഐ സോ ഹിം റിയലി എൻജോയിങ് ദാറ്റ് ഇതിനകത്ത് ഇത് അത്രയും മീറ്റിയാണ്. ഇതിൽ എനിക്ക് പണിയെടുക്കാനുള്ള സാധനം ഇതിനകത്തുണ്ട്. ആൻഡ് പുള്ളി പക്ക പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടർ. അപ്പോൾ പപ്പേട്ടൻ വന്നിട്ട് ഇതിൽ ഇങ്ങനെയല്ല, നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി പിടിച്ചു നോക്കിയാലോ എന്ന് പറയുന്നത് നേരെ അതിന്റെ ഓപ്പോസിറ്റ് എക്സ്ട്രീം ആയിരിക്കും. ബട്ട് ഹീസ് ഏബിൾ ടു ഗെറ്റ് ദെയർ ഓൾസോ ഇമോഷണലി നമുക്ക് കൺവിൻസിങ് ആയിട്ടുള്ള രീതിയിൽ വളരെ പെട്ടെന്ന് തന്നെ. എനിക്ക് ഓർമ്മയുണ്ട് നമ്മൾ ആ ബസ്സിലിരുന്നിട്ട് ഷൂട്ട് ചെയ്യുന്ന സീക്വൻസ്. അപ്പോൾ ബൈജുവേട്ടനും ഞാനും ഇത് സൈഡിൽ ഇരിപ്പുണ്ട്, പുള്ളി ഞങ്ങളുടെ രണ്ടുപേരും നടുക്കായിരിക്കുന്നത്. ഇത് ഇറങ്ങി പുറത്തേക്ക് പോയിട്ട് ഒരു സെക്കൻഡ് ഞാനൊന്ന് ഫോക്കസ് ചെയ്തിട്ട് തിരിച്ചു വരാം, അങ്ങനെ ഒരു ഓപ്ഷൻ പോലും ഇല്ല. ഷോട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്, ഞങ്ങൾ രണ്ടുപേരും മാറുന്നില്ല. പപ്പേട്ടൻ വന്നിട്ട് ഇങ്ങനെ ഒരു സാധനം ഒന്ന് മാറ്റി പിടിക്കണമെന്ന് തോന്നി. ഇമ്മീഡിയറ്റ്ലി ഞാനൊന്ന് പുറത്തേക്ക് തിരിഞ്ഞ് ഇപ്പുറത്ത് വന്നപ്പോഴത്തേക്കിനും ഫുൾ പരിപാടി മാറിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറുടെ എനർജി നമുക്ക് കൂടെ നിൽക്കുന്ന കോ ആക്ടേഴ്സിനും അത് ഫീൽ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഐ സോ ഇൻ ഹിം എവറി ഡേ ഈ സെറ്റില്.
ഫൈറ്റ് ചെയ്ത ദിവസം ഒഴിച്ച്. ഈവൻ ഐ വോണ്ട് ടു ആഡ് ടു ദിസ്. ഭയങ്കരമായിട്ട് വിനോദേട്ടൻ നല്ലപോലെ, ഈവൻ എനിക്ക് ചില തമിഴ് വാക്കുകളൊക്കെ കിട്ടാതെ ഹി റിയലി ഹെൽപ്ഡ് മീ ഔട്ട്. എന്ന് വെച്ചാൽ വേറെ ഷോട്ട് നടക്കുന്ന സമയത്ത് എന്നെ ഇവിടെ ശ്രുതി വാ നമുക്കിത് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് അത് മാത്രമല്ല, ഈവൻ സീനില് there's a lot of ഭയങ്കര ജനറോസിറ്റിയാണ്. നമ്മൾ ആക്ട് നല്ലപോലെ കൊടുക്കുന്ന സമയത്ത് നമുക്കത് റിസീവ് ചെയ്തിട്ട് ഇറ്റ്സ് ലൈക്ക് ടെന്നീസ് കളിക്കുന്ന പോലെയാണ്. ഒരു ഗിവ് ആൻഡ് ടേക്ക്. win-win situation. ഭയങ്കര രസമാണത്. ഇറ്റ്സ് എ വിൻ-വിൻ സിറ്റുവേഷൻ. There have been times when ആക്ടേഴ്സ് പറയും ഓ ഞാൻ അത്ര കൊടുക്കില്ല എന്ന് പറയുന്ന ആക്ടേഴ്സും ഉണ്ട്. പക്ഷെ വിനോദേട്ടൻ ഇസ് ലൈക്ക് വെരി വണ്ടർഫുൾ ആക്ടർ. പിന്നെ റോഷനും എന്റെ അത്ര കോമ്പിനേഷൻസ് അത്രയല്ല. നമുക്കില്ല ആക്ച്വലി കോമ്പിനേഷൻസ്. ആ ഒരു ഷോട്ട് ഉണ്ട്, ആ ഒരു ഭയങ്കര സ്പെഷ്യൽ ഒരു ഷോട്ട്. ആ ഷോട്ട് ഉണ്ട്. കഥ പറഞ്ഞതെന്ന് തോന്നുന്നു. അത് ഞങ്ങൾ പറയില്ല. പറയില്ല. അത് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ഷൂട്ടായിരുന്നു. അത് പിന്നീട് എപ്പോഴും നമ്മൾ സംസാരിക്കുകയാണ്. റിലീസ് ആയതിന്റെ ശേഷം ഇടി കിട്ടി കേട്ടോ എപ്പോഴെങ്കിലും. നല്ല അടി കിട്ടി, നല്ല കിട്ടി, നല്ലോണം കിട്ടി. വളരെ സേഫ് നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. റിയലിസ്റ്റിക് ആയിരുന്നു ആ കാര്യം. അയ്യോ ഒരെണ്ണം പോലും മിസ്സാക്കാതെ ഇല്ല, ഞാൻ നേരിട്ട് നിന്ന് മേടിച്ചു അല്ലെ. തവസി മാസ്റ്ററാണ് ഇത് ഫൈറ്റ് തമിഴിലിരുന്നാന്ന് വന്ന നന്നായിട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് കമ്പോസ് ചെയ്തായിരുന്നു. ഒരു സ്റ്റേജ് പ്രോഗ്രാമിലാന്ന് തോന്നുന്നു എന്റെ പടങ്ങളൊക്കെ OTT-ലാണ് ഹിറ്റാവുന്നത് അല്ലെങ്കിൽ ആളുകൾ സ്വീകരിക്കുന്നത് കോമഡി ആയിട്ട് ഒരു റോഷൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടോ? ഇതെല്ലാം ആളുകൾ നല്ല സിനിമകളാണ്, നല്ല സിനിമകളുടെ ഭാഗമാണ് ആകുന്നത്. പക്ഷെ ഇത് തിയേറ്ററിലെ ആളുകൾ കാണാതെ പോകുകയും OTT വരുമ്പോൾ വളരെ നല്ല അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഒരു വിഷമം തോന്നിയിട്ടുണ്ടോ? പിന്നെ തോന്നിയിട്ടുണ്ട്. അതിപ്പോ സ്വാഭാവികമായിട്ടും ആർക്കായാലും, ഇപ്പൊ നേരത്തെ സ്പായുടെ കാര്യത്തില് ശ്രുതിയും പറഞ്ഞല്ലോ, സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും തോന്നും ആണോ അത്ര ഇഷ്ടപ്പെട്ടു എങ്കിൽ പിന്നെ എന്താ തിയേറ്ററിൽ പോകാൻ. നമുക്ക് നമ്മൾ ചോദിക്കൂല ആരോടും. കമന്റുകളൊക്കെ വരാറുണ്ട്, ഭയങ്കര ട്രോളൊക്കെ ചില സിനിമകളിൽ നല്ല ട്രോളുകളൊക്കെ ആക്കി ഇടുമ്പോ അതിനിടയിൽ തിയേറ്ററിൽ എല്ലാരും വന്ന് കണ്ടിട്ട് ആക്ച്വലി നമ്മളൊക്കെ അങ്ങനെ സിനിമ കണ്ടു വളർന്നവരാണ്. തിയേറ്ററിലുള്ള ഒരു മാജിക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, നമ്മളത് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമുക്കൊരു നഷ്ടബോധം പോലൊക്കെ തോന്നും, അയ്യോ അത് നല്ല സിനിമ ആയിരുന്നല്ലോ, ലൈക്ക് അതെന്താ അതിന്റെ ഫെയർ ഷോട്ട് കിട്ടാഞ്ഞ് എന്നൊക്കെ. പക്ഷെ ഈ പറയുന്ന എനിക്ക് ആക്ച്വലി ഈ പ്രോഗ്രാം ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ഇത് ഓർത്ത് വിഷമിച്ചിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. അത് അത്ര വലിയ വിഷമമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾ മുമ്പോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നൗ ഇറ്റ്സ് ഓക്കെ. ലൈക്ക് ഓരോ പടത്തിനും അതിൻ്റെതായിട്ടുള്ളൊരു ജേർണി ഉണ്ടാവും. ഇഫ് ഇറ്റ്സ് മെന്റ് ടു ഫൈൻഡ് ആൻ ഓഡിയൻസ്, അത് എന്തെങ്കിലും അത് ഇത് ഹിസ്റ്ററിയിലുണ്ടല്ലോ. ഒരു സിനിമ നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് എവിടെയും മാഞ്ഞു പോകുന്നില്ല. എന്നാണെങ്കിലും നമ്മൾ തന്നെ ഇപ്പോഴത്തെ എന്തോരം പഴയ സിനിമകൾ റീവിസിറ്റ് ചെയ്യുന്നുണ്ട്. പഴയ വലിയ വലിയ ക്ലാസിക്കുകൾ നമ്മൾ കാണാതെ പോയ എത്രയോ സിനിമകൾ ലോകത്തുണ്ട്. അപ്പോ അത് നമ്മുടെ നഷ്ടമാണ്, ആ സിനിമ കാണാതെ പോയിട്ടുണ്ടെന്ന്. അപ്പൊ എന്തെങ്കിലുമൊക്കെ നമ്മൾ ആ സിനിമയിലേക്ക് ബാലൻ മൂവിയൊക്കെ ഇപ്പൊ തിയേറ്ററില് ആളുകൾ എനിക്ക് തോന്നുന്നു ആളുകൾ പറഞ്ഞാണെന്ന് തോന്നുന്നു കൂടുതൽ ആളുകളും പോയി കാണുന്നത്. അപ്പം ഈ പാരഡൈസ് പോലെയുള്ള മൂവിയൊക്കെ അത്യാവശ്യം നല്ല സിനിമയാണത്. അപ്പൊ അങ്ങനെയുള്ള സിനിമകളില് തിയേറ്ററിലെ ആളുകൾ വന്ന് കാണാമായിരുന്നു എന്നുള്ളൊരു നമുക്ക് എപ്പോഴും തോന്നും. പക്ഷെ ഓരോ പടത്തിന്റെയും ജേർണി ഡിഫറെന്റ് ആണ്. പിന്നെ അതിനകത്ത് ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അത് ഏത് സമയത്ത് തിയേറ്ററിൽ വരുന്നു, അതിന്റെ മാർക്കറ്റിംഗ് എത്ര സ്ട്രോങ് ആയിരുന്നു, അത് ലൈക്ക് നമുക്ക് ഹൗ സക്സസ്ഫുൾ വി ഇൻ ഗെറ്റിംഗ് ദ വേർഡ് അക്രോസ്, എത്ര ലൈക്ക് അട്രാക്റ്റീവ് ആയിട്ടാണ് ഈ സിനിമയെ പാക്ക് ചെയ്യാൻ പറ്റിയത് നമുക്ക്. അതൊക്കെ ഫാക്ടേഴ്സാണ്. എല്ലാം ഒരിക്കലും സിനിമ എപ്പോഴും ഒരു കൊളാബറേറ്റീവ് മീഡിയമാണ്. അതിലൊരു വലിയ ടീമിന്റെ എഫേർട്ട് തന്നെയാണ്. അതിൽ ഒരാള് അതിന്റെ ഫേറ്റ് ഡിസൈഡ് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ നമുക്ക് ചെയ്യേണ്ട പണി വൃത്തിക്ക് ചെയ്യാം, ബാക്കി നമുക്ക് അത് കാണാം, വിറ്റ്നസ് ചെയ്യാം, ആൻഡ് വി ക്യാൻ ഫീൽ വാട്ട് എവർ വി ഫീൽ അബൌട്ട് ഇറ്റ്. നമുക്ക് അതിൽ സന്തോഷം ഉണ്ടാവാം, സങ്കടം ഉണ്ടാവാം, അതൊക്കെ ആ സിനിമയുടെ ജേർണിയുടെ ഭാഗമാണ്. അങ്ങനെയൊക്കെ വിശ്വസിച്ചേ പറ്റൂ. ഇന്റർവ്യൂ നമ്മുടെ റിപ്പോർട്ടർ ഫിലിംസിന് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു സിനിമയെ തകർക്കാൻ ഒരു സിനിമയെ വിജയിപ്പിക്കാൻ, ഒരു വ്യക്തിയെ തകർക്കാൻ ഒരു വ്യക്തിയെ വിജയിപ്പിക്കാൻ, നടനോ നടി ആരാണെങ്കിലും PR വർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ റോഷൻ ഈ ഒരു സിനിമ ജേണിയിൽ? ഈ കഴിഞ്ഞ റീസെന്റ് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് PR-ന്റെ ഇൻഫ്ലുവൻസ് ഭയങ്കര വലുതാണെന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. ഒരു ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കാൻ, ഒരു ഒപ്പീനിയനെ മോൾഡ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ആൾക്കാരിലേക്ക്
എത്തിക്കാൻ ചില സമയത്തൊക്കെ മേ ബി ഇറ്റ്സ് ഈവൻ പോസിബിൾ ഇല്ലാത്തത് യുനോ ഉള്ളതുപോലെ തോന്നിപ്പിക്കാനൊക്കെ PR-ന് പോസിബിൾ ആയിരിക്കണം. നമ്മളൊക്കെ അത്രയും സമയം നമ്മൾ ഫോണിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ എല്ലാവരും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം PR സിനിമയിൽ മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രീസും PR ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാ ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ പവർഫുൾ മീഡിയം. അപ്പോൾ അത് പോസിബിൾ ആണ് ഡെഫിനറ്റ്ലി. ഇപ്പോൾ ആ ഫേസിലായിരിക്കാം ചിലപ്പോൾ സിനിമയിൽ നിൽക്കുന്നത്. അത് മാത്രമൊന്നുമല്ല, പക്ഷെ അതൊരു സത്യമല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ശ്രുതിക്ക് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഡെഫിനറ്റ്ലി കമ്മ്യൂണിക്കേഷൻ ഇസ് അത് വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, എന്തായാലും അതിൻ്റെ ഒരു ഫേറ്റ് ഉണ്ട്. ഡെഫിനറ്റ്ലി PR ഇസ് ഇമ്പോർട്ടൻറ്റ്. എനിക്ക് റോഷൻ പറഞ്ഞ പോലെ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങളായിട്ട് ആൾക്കാരിൽ എങ്ങനെയാണ് ഇത് എത്തിക്കേണ്ടത്, ഇറ്റ് ക്യാൻ ഡിസൈഡ്, ഇറ്റ് ക്യാൻ മേക്ക് ഓർ ബ്രേക്ക്. എന്തായാലും ഉയിർ മൂവി എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട ട്രെയിലർ എല്ലാവരെയും ആ രീതിയിൽ തന്നെ ആകർഷിക്കുന്ന ഒരു ട്രെയിലറാണ്. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ വരുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നമ്മളൊക്കെ തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അങ്ങനെ തന്നെ എല്ലാവരും ആഗ്രഹിക്കട്ടെ. അപ്പം ടീമിന് എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സ്നേഹ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.